ഹലോ എവ്രി വൺ. സോ നമ്മൾ ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവലിൻ്റെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതാണ് ദ എർത്ത് ഡസ് നോട്ട് ബിലോങ്സ് ടു മാൻ, മാൻ ബിലോങ്സ് ടു ദ എർത്ത് ആൻഡ് എർത്ത് ഈസ് അവർ മദർ, ഇറ്റ് ഈസ് സാക്രഡ്. പിന്നെ ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ദ ബ്ലഡ് വിച്ച് യുണൈറ്റ്സ് എ ഫാമിലി, ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. ദെൻ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ദൈവം സെയിം ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ നോക്കി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് പോവാം. വൈ ഡസ് സ്റ്റീവ് സെറ്റിൽ സേ ദാറ്റ് ബൈയിങ് ഓർ സെല്ലിംഗ് ദ ലാൻഡ് ഈസ് സ്ട്രേഞ്ച് ടു നാറ്റീവ് അമേരിക്കൻസ്? Settle says that buying their land will not be easy for the great chief of Washington because this land is sacred to them and the shining water is the streams and rivers is the blood of their ancestors. അപ്പോൾ പറയുന്നത് അക്കോർഡിംഗ് ടു നാറ്റീവ് പീപ്പിൾ ദ ലാൻഡ് ഈസ് സാക്രഡ്, ലാൻഡ് ഭയങ്കര പരിശുദ്ധമാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, റിവേഴ്സ് ഈസ് ദ ബ്ലഡ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ പൂർവികരുടെ ബ്ലഡാണ് റിവേഴ്സ്. അങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ള ആളുകളാണ് നാറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെല്ല് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സ്ട്രേഞ്ച് തിങ് ആയിട്ട് തോന്നുന്നത്. The next question is, what are the different attitudes of the whites and Native Americans to the country of their birth? The white treats his mother, the earth, and his brother, the sky, as things to be bought, plundered, sold like sheep or bright beads. അപ്പോൾ പറയുന്നത് വൈറ്റ് പീപ്പിള് ഭൂമീനെ, അതായത് നമ്മുടെ മദറിനെ കാണുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞത് മദറും സ്കൈ ആകാശം എന്ന് പറഞ്ഞത് ബ്രദറുമാണ്. സോ ഈ ഭൂമിനെയും അതുപോലെ തന്നെ ഈ സ്കൈനെയും ഒക്കെ വൈറ്റ് പീപ്പിൾ കാണുന്നത് എന്താണ്, ഇറ്റ് തിങ്സ് ടു സെൽ, അല്ലെങ്കിൽ ഇറ്റ്സ് എ തിങ്സ് ടു ബോട്ട്, അതുപോലെ തന്നെ പ്ലൻഡേഡ്, കൊള്ളയടിക്കാനും വാങ്ങാനും വിൽക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ് ഈ ഭൂമി അല്ലെങ്കിൽ സ്കൈ എന്നൊക്കെയാണ് വൈറ്റ് പീപ്പിൾ വിചാരിക്കുന്നത്. ബട്ട് ഫോർ അമേരിക്കൻസ് ദ കൺട്രി ഓഫ് ദ എർത്ത് ഈസ് സാക്രഡ്. അമേരിക്കൻസിന് എന്താണ്, ദാറ്റ് മീൻസ് ദ നാറ്റീവ് പീപ്പിൾ, അവർക്ക് എങ്ങനെയാണ് അതൊരു സാക്രഡ്, അതായത് അത്രയും വിശുദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. വാട്ട് ഡസ് സിറ്റീസ് സേ എബൌട്ട് ദ സിറ്റീസ് ഓഫ് ദി വൈറ്റ് മാൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിറ്റീസിനെ കുറിച്ചിട്ടാണ്. The cities of the white men are full of din, frenzy and chavos, and the sight of the cities pains their eyes. That means it's not calm and quiet. ആ സ്ഥലം സിറ്റീസ് എങ്ങനെയാണ്, ഇറ്റ്സ് നോട്ട് കാം ആൻഡ് ക്വയറ്റ്, വെരി നോയ്സി എൻവയോൺമെൻറ്റ്, ആൻഡ് വി കാൺ ഹിയർ ദ അൺഫോളിങ് ഓഫ് ലീവ്സ്, നമുക്കതൊന്നും കേൾക്കാൻ പറ്റില്ല. ആൻഡ് ദ ഫ്ലൈയിങ് സൗണ്ട്സ് ഓഫ് ഇൻസെക്ട്സ്, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാനായിട്ട് പറ്റില്ല. ഭയങ്കര ബിസി നോയ്സി ആയിട്ടുള്ള സ്ഥലമാണ് സിറ്റി. ആൻഡ് സിറ്റിയുടെ കാഴ്ച എന്താണ്, എന്ത് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്, പെയിൻസ് ദെയർ ഐസ്, കണ്ണിന് വേദന ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നാറ്റീവ് അമേരിക്കൻ സീ ദ റിവേഴ്സ് ആൻഡ് ദ എർത്ത്? He says that every part of the earth is sacred to him and his people. They are a part of the earth and the earth is a part of them. For them, rivers are brothers who quench their thirst. അപ്പോൾ പറയാണ്, അക്കോർഡിംഗ് ടു നാറ്റീവ് പീപ്പിൾ ഓർ നാറ്റീവ് അമേരിക്കൻസ്, എർത്ത് ഈസ് സാക്രഡ്, വളരെ പരിശുദ്ധമായ ഒന്നാണ്. ആൻഡ് ദേ ആർ എ പാർട്ട് ഓഫ് എർത്ത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മനുഷ്യരെന്താണ്, എർത്തിൻ്റെ ഭാഗമാണ്, എർത്ത് മനുഷ്യൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭൂമി നമ്മളും കണക്റ്റഡ് ആണ്. റിവേഴ്സ് ആരാണ്, ഇവരുടെ ബ്രദേഴ്സാണ്. ഹു ക്വെൻച്ച് ദെയർ തേഴ്സ്റ്റ്, അവരുടെ ദാഹം ശമിപ്പിക്കുന്നത് റിവേഴ്സാണ്. റിവേഴ്സ് അവരുടെ സഹോദരന്മാരെ പോലെയാണ്. Next question, what does chiefs want to white man to teach their children? കുട്ടികളെ എന്ത് പറഞ്ഞു പഠിപ്പിക്കണം എന്നാണ് ഓഥർ പറയുന്നത്. The white men to teach their children that the land is sacred and that each ghostly reflections in the clear water of the lakes tells of events and memories in the life of his people. The water's murmur is the voice of the father's father. Father's father means ancestors.
അപ്പോൾ പറയാണ് കുട്ടികളെ തന്നെ പറഞ്ഞ് പഠിക്കണം, ഈ ലാൻഡിലെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഈസ് സാക്രഡ്, ഭയങ്കര വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. ഈ ക്ലിയർ വാട്ടർ, അതുപോലെ തന്നെ ക്ലിയർ വാട്ടറിലുള്ള ആ റിഫ്ലക്ഷൻസ് എല്ലാം തന്നെ എന്താണ്, മെമ്മറീസാണ്, നാറ്റീവ് പീപ്പിളിൻ്റെ മെമ്മറീസാണ്. സോ ഈ വാട്ടറിൻ്റെ മർമറിങ് വോയിസ് എന്താണ്, ദ വോയിസ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാദർ അവരോട് സംസാരിക്കുന്നതാണ് ഈ വാട്ടറിൻ്റെ മർമറിങ് എന്നൊക്കെയാണ് നാറ്റീവ്സ് പീപ്പിൾ പറയുന്നത്. നാറ്റീവ്സ് പീപ്പിൾ പറയാണ് ഇക്കാര്യങ്ങളൊക്കെ വൈറ്റ് മെൻ എന്ത് ചെയ്യണം, അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എർത്ത് സാക്രഡ് ആണ്, അതിനങ്ങനെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീവിങ് ആൻഡ് സർവൈവിങ്? ലീവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, സർവൈവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിജീവിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നമ്മൾ പറയില്ലേ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് കയ്യൊക്കെയുള്ളവൻ കരിക്കാരൻ എന്ന് പറയുന്ന പോലെയാണ്. എല്ലാറ്റിനും അതിജീവിക്കാൻ കഴിവുള്ളവൻ ജീവിച്ചു പോകും. സോ ലീവിങ് ഈസ് എ മീനിങ്ഫുൾ എക്സിസ്റ്റൻസ് വിത്ത് മെനി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഹോപ്സ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ, whereas survival is the bare minimum mode of existence in which a being struggles to remain alive somehow. അപ്പോൾ ലീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ ഹോപ്പ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ലീവിങ്. ഇനി സർവൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ മിനിമം മോഡ് ഓഫ് എക്സിസ്റ്റൻസ്. അതിൽ ജീവിതം വളരെ കുറവായിരിക്കും, കൂടുതൽ എന്തായിരിക്കും, സ്ട്രഗിൾസ് ആയിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറേ സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. ദാറ്റ് ഈസ് സർവൈവിങ്. ഇതാണ് ലീവിങ്ങും സർവൈവിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സർക്കാസം ഇൻ ദ വൂഡ്സ് ഓഫ് സീറ്റിൽ വെൻ ഹി സേസ് ഐ എം എ സാവേജ് ആൻഡ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഹിയർ ദ സാവേജ് മീൻസ് അൺസിവിലൈസ്ഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. Chief says that he is a savage. He means that the white man is a savage and he does not understand the sacred earth, trees, rivers, sky and the beasts and birds. There is no quiet place in the white man's cities. അപ്പോൾ ഇവിടെ ഐ ആം എ സാവേജ് എന്ന് പറഞ്ഞതിൽ നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ നമ്മുടെ ഓതർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ വൈറ്റ് മെൻ ഈസ് എ സാവേജ്. വൈറ്റ് മെന്നാണ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ളത്. അവർക്ക് എന്ത് മനസ്സിലാവില്ല, അതായത് വൈറ്റ് മെൻ അവർക്ക് എന്ത് മനസ്സിലാവില്ല, ഈ ഭൂമിയുടെ ആ ഒരു സാക്രഡ് എർത്ത്, അതുപോലെ തന്നെ ട്രീസുമായിട്ടുള്ള റിലേഷൻ, റിവേഴ്സായിട്ടുള്ള റിലേഷൻ, സ്കൈ ആയിട്ടുള്ള ബന്ധം, ബേർഡ്സ് അതുപോലെ ആനിമൽസ് ആയിട്ടുള്ള കണക്ഷൻ, അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവരുടെ സിറ്റീസ് എങ്ങനെയാണ്, ഓൾവേസ് നോയ്സി, നോ ക്വയറ്റ് പ്ലേസ് ഇൻ ദ സിറ്റീസ്. അതുപോലെ തന്നെ പറയാണ് ഹി ഡസ് നോട്ട് സീം ടു നോട്ടീസ് ദ എയർ ഹി ബ്രീത്ത്സ്. അതുപോലെ തന്നെ വൈറ്റ് മാൻ ശ്വസിക്കുന്ന എയറിനെ അവരെന്ത് ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലൈക്ക് എ മാൻ ഡൈയിങ് ഫോർ മെനി ഡേയ്സ് ഈസ് നം ടു ദ സ്റ്റെഞ്ച്. അതായത് ഇപ്പോൾ ആരെങ്കിലും മരിക്കാൻ കിടക്കുകയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പൊക്കോട്ടെ, ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു മാൻ ഇഫ് ഓൾ ദ ബീറ്റ്സ് ആർ ഗോൺ? ബീറ്റ്സിനോട് ഉദ്ദേശിക്കുന്നത് ആനിമൽസ് ആണ്. ഇഫ് ഓൾ ദ ബീറ്റ്സ് ആർ ഗോൺ മാൻ വുഡ് ഡൈ ഫ്രം എ ഗ്രേറ്റ് ലോൺലിനെസ് ഓഫ് സ്പിരിറ്റ്, ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീറ്റ്സ് സൂൺ ഹാപ്പൻസ് ടു മാൻ. ഇപ്പോൾ പറയാണ് ബീറ്റ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മനുഷ്യന്മാരൊക്കെ ഒരു ഗ്രേറ്റ് ലോൺലിനെസ്സിൽ പെടും, അങ്ങനെ മരിക്കും എന്നാണ് പറയുന്നത്. ഈ ബീഡ്സിന് എന്താണ് സംഭവിച്ചത് അത് തന്നെയായിരിക്കും നാളെ നമുക്കും സംഭവിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഇന്ത്യൻ ലുക്ക് അപ്പോൺ വാട്ടർ? ഹിയർ ഇന്ത്യൻ മീൻസ് ദ നാറ്റീവ് പീപ്പിൾ who read Indians. According to them, each ghostly reflection in the river or in the clear water of the lakes tell of events and memories of their life, of their people, and the water's murmur is the voice of their father's father. അപ്പോൾ പറയാണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ മെമ്മറീസ് ഇൻ ദ ലൈഫ് ഓഫ് ദെയർ പീപ്പിൾ. അതുപോലെ തന്നെ വാട്ടറിൻ്റെ മർമർ എന്താണ്, ഇറ്റ് ഇസ് ദ വോയിസ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടീഷൻസ് laid by Cyril to sell his land to the great chief? ലാൻഡ് കൊടുക്കുമ്പോൾ വെച്ച കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു?
The great chief must keep the land apart and sacred, as a place where the white man can go taste the wind. The white man must treat the beasts of this land as his brothers. He must teach his children that the earth is the red man's mother. അപ്പോൾ പറയാണ് എന്ത് ചെയ്യണം, സാക്രഡായിട്ട് കാണണം ലാൻഡിനെയൊക്കെ. അതുപോലെ തന്നെ വൈറ്റ് മാനിന് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അവിടുത്തെ അനിമൽസിനെയൊക്കെ ബ്രദേഴ്സായിട്ട് കാണണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം. അതായത് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മാൻസിൻ്റെ, അതായത് നാറ്റീവ് പീപ്പിളിൻ്റെ മദറാണ്. അവരിങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെ ആരാധിച്ചിരുന്നു. റിവേഴ്സ് അവരുടെ ബ്രദേഴ്സാണ്, ബീസ്റ്റ് അവരുടെ ബ്രദേഴ്സാണ്, ഫ്ലവേഴ്സ് അവരുടെ സിസ്റ്റേഴ്സാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ആൻഡ് ദേ ഷുഡ് റെസ്പെക്റ്റ് the death of a person, or they should respect the feeling of ancestors, etc. The next paragraph question ആണ് the different approaches of the white and the Native Americans to the environment. അപ്പോൾ ഇവിടെ നമുക്ക് ടു വേൾഡ് വ്യൂസ് ആണ്, എൻവയോൺമെൻറ്റിനെ നോക്കി കാണുന്ന ടു വേൾഡ് വ്യൂസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റാണ്. ഇപ്പോൾ വൈറ്റ് സെറ്റിലേഴ്സ് ആണെങ്കിൽ എന്താ, അവരൊരു വെസ്റ്റേൺ ഔട്ട്ലുക്കാണ് എൻവയോൺമെൻറ്റിനെ, അവരതിനെ പ്ലണ്ടർ ചെയ്യുന്നു. ദെൻ ദേ ആർ ഹ്യൂമൻ സെൻറ്റേർഡ് കോൺസെപ്റ്റാണ് എക്കോളജീനൊക്കെ ആയിട്ട്. ബട്ട് അക്കോർഡിംഗ് ടു നമ്മുടെ റെഡ് ഇന്ത്യൻസ്, അവരെങ്ങനെയാണ്, അവർ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആണ് നേച്ചറായിട്ട്. നമുക്ക് നോക്കാം. The white settlers is representatives of western outlook on environment which places man above everything. So ഇവര് വൈറ്റ് മെൻ എങ്ങനെയാണ്, മെന്നാണ് സുപ്പീരിയർ എന്നുള്ള കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ദ ആന്ത്രോപ്പോസെൻട്രിക് ഓർ ഹ്യൂമൻ സെൻറ്റേർഡ് കോൺസെപ്റ്റ് ഓഫ് ഇക്കോളജി. ആന്ത്രോപ്പോസെൻട്രിക് അതായത് മനുഷ്യനാണ് വലുത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം. എല്ലാവരും മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. According to this theory, living beings and the non-living existence for the sake of man. അപ്പോൾ പറയുകയാണ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് മനുഷ്യരെ ആശ്രയിച്ചിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. In other words, it is the concept of shallow ecology that the white hold on to. On the other hand, the red Indians, ഇനി റെഡ് ഇന്ത്യൻസ് ആണെങ്കിൽ എന്താണ്, speaks through the author. So it strongly advocates the theory of all inclusiveness or the concept of deep ecology. അപ്പോൾ വൈറ്റ് മെൻ ഷാലോ ഇക്കോളജി ആണെങ്കിൽ നമ്മുടെ ചീഫ് സെറ്റിൽ പറയുന്നത് ഡീപ്പ് ഇക്കോളജിയാണ്. ഹി സേസ് ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് സൂൺ ഹാപ്പൻസ് ടു മാൻ, ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. അപ്പോൾ ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത് എല്ലാം കണക്റ്റഡ് ആണെന്നാണ്. സോ ഇക്കോക്രിറ്റിസിസം എന്നുള്ള ഒരു ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ആൻഡ് മെൻ, അത് ഭയങ്കര ഡീപ്പാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹി ആസ്ക്ഡ് ദ വൈറ്റ് സെറ്റിലേഴ്സ് ടു ടീച്ച് ദെയർ ചിൽഡ്രൻ ദാറ്റ് ദ എർത്ത് ഈസ് അവർ മദർ. അപ്പോൾ ഇവിടെ പറയാൻ എർത്ത് നമ്മുടെ മദറാണെന്ന് പഠിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ദിസ് ഈസ് എ ഡയറക്റ്റ് ആൻഡ് കൺവിൻസിങ് അഫർമേഷൻ ദാറ്റ് both the red man and the white man are the sons of God, hence they are brothers. അപ്പോൾ അങ്ങനെ ഓൾ ആർ കണക്റ്റഡ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, വൈറ്റ് മെന്നും അതുപോലെ തന്നെ റെഡ് മെന്നും ഓർ നാറ്റീവ് പീപ്പിളും എല്ലാവരും എന്താണ്, ഒരൊറ്റ ദൈവത്തിൻ്റെ മക്കളാണ്. ആൻഡ് ദേ ആർ ബ്രദേഴ്സ്, അവർ സഹോദരന്മാരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. Next question, Native American criticism of the white man's treatment of Mother Earth. ഇവിടെ റെഡ് ഇന്ത്യൻസിൻ്റെ വ്യൂ ആണ് പറയുന്നത്, എർത്ത് ഈസ് സാക്രഡ്. അതുപോലെ തന്നെ ഫാദേഴ്സിനെയൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് വൈറ്റ് മെൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവർ എർത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, പ്ലണ്ടർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എർത്തിനെ ഒന്നും അവർ ബ്രദറായിട്ടൊന്നും കാണുന്നില്ല, എനിമി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് മാനിന് ഒരു പീസ് ഓഫ് ലാൻഡ് കൊടുത്ത് എന്ത് ചെയ്യും, അവരതിനെ ആർത്തിയോളം മിണുങ്ങും, അതായത് ചൂഷണം ചെയ്യും. എന്നിട്ട് ഒന്നുമില്ലാണ്ട് ഒരു ഡെസേർട്ടാക്കി ഇട്ടിട്ട് പോവും. അതുപോലെ തന്നെ ഈ വൈറ്റ് മെന്നിന് ബർത്ത് പ്ലേസിനെ കുറിച്ചോ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചോ അവരുടെ ഫാദറിൻ്റെ കുഴിമാടത്തെ പോലും ശ്രദ്ധയില്ല, ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡാണ്. മദർ എർത്ത്, ബ്രദർ സ്കൈ, ഓൾ തിങ്സ് എന്തായിട്ടാണ് കാണുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യാനും സെല്ല് ചെയ്യാനും ഉള്ള ഒരു സാധനമായിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ സിറ്റീസിൽ എന്താണ്, ദർ ഇസ് നോ ക്വയറ്റ് പ്ലേസ്.
ദ വൈറ്റ് മാൻ ഡസ് നോട്ട് സീം ടു നോട്ടീസ് എയർ ഹി ബ്രീത്ത്സ്. അവർ ബ്രീത്ത് ചെയ്യുന്ന എയർ പോലും വൈറ്റ് മാൻ നോക്കാറില്ല. ലൈക്ക് ഡൈ മാൻ ഹീസ് ഇൻസെൻസിറ്റീവ് ടു ദ സ്റ്റെൻച്ച്. അതായത് ഭയങ്കരമായിട്ട് ഇൻസെൻസിറ്റീവാണ്. അവർക്ക് അയ്യോ അങ്ങനെ ചെയ്ത ഭൂമിക്ക് ദോഷമാണല്ലോ, ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ പാപം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ജീവനാണല്ലോ എടുക്കുന്നത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും വൈറ്റ് മാനിന് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ പാഷൻ ആൻഡ് ഫീലിങ്സ് conveyed in Chief Settle's speech. Chief Settle feels and argues that it is impossible to buy or sell natural resources. They are a gift. ഇപ്പോൾ ചീഫ് സെറ്റിൽ പറയുന്നത് എയർ വാട്ടർ സ്കൈ ഇതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല, ലാൻഡൊന്നും വിൽക്കാൻ പറ്റില്ല, ദേ ആർ എ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഹി സേസ് ദാറ്റ് എവറി പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് സാക്രഡ് ആൻഡ് എവറി പാർട്ട് ഓഫ് ദി എർത്ത് ആൻഡ് എർത്ത് ഈസ് എ പാർട്ട് ഓഫ് ദം. അതായത് എർത്ത് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭാഗമാണ്, നമ്മളെപ്പോലെ തന്നെ ഒരു ജീവനുള്ളൊരു സാധനമായിട്ടാണ് ഭൂമിനെ ഉപമിക്കുന്നത്. ദെൻ നാറ്റീവ് അമേരിക്കൻസ് എന്ത് ചെയ്യില്ല, ദേ ഡു നോട്ട് ലീവ് ദെയർ ലാൻഡ്. അവർ ലാൻഡിൽ നിന്ന് വിട്ട് ഒരിക്കലും പോവില്ല. അവരെന്ത് ചെയ്യുന്നു, അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാക്കുന്നു ആൻഡ് മെയിൻറ്റെയിൻ ദെയർ റിലീജിയൻ ഓർ ബിലീവ്സ് എക്സെട്ര. In short, earth is not an inanimate object or inanimate tract of land, but a living presence to be treated with love, care, respect and fear. അപ്പോൾ ഇവർ പറയുന്നത് നാറ്റീവ് അമേരിക്കൻസിൻ്റെ കോൺസെപ്റ്റിൽ എന്താണ്, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനില്ലാത്ത സാധനമല്ല, ഇറ്റ്സ് എ ലിവിങ് പ്രസൻസ്. ലവ്, കെയർ, റെസ്പെക്റ്റ്, ഫിയർ എല്ലാം തന്നെ നമ്മൾ എർത്തിനും കൊടുക്കണം. ദ വേൾഡ് വ്യൂ ഓഫ് വൈറ്റ് മെൻ ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ വൈറ്റ് മെൻ അങ്ങനെയല്ല കാണുന്നത്, ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡാണ്. അവർക്ക് എന്താണ്, എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. Summarize the major arguments in Chief Settle's speech. Chief Settle argues that it is impossible to buy or sell a land. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ പറയുന്നത് നമ്മൾ ഭൂമിയെ ബഹുമാനിക്കണം, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈറ്റ് മെൻ കാണുന്നത് എന്താണ്, ഭൂമിനെ മെരുക്കി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കോൺകർ ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് വൈറ്റ് മെന്നിലുള്ളതെന്ന് പറയുന്നു. ദെൻ വൈറ്റ് മെന്നിന് റിലീജിയസ് ഓർ സ്പിരിച്വൽ ഓർ അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും ലാൻഡിനായിട്ട് ഇല്ല. ലാൻഡ് ഈസ് യൂണിഫോം ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് എ സർഫേസ് ടു ബിൽഡ് നോയ്സി സിറ്റീസ് ഓൺ. അപ്പോൾ വൈറ്റ് മെന്നിന് എങ്ങനെയാണ്, എല്ലാ ലാൻഡും ഒരേപോലെയാണ്. അവരെന്ത് ചെയ്യുന്നു, അത് അവിടെ എല്ലാം ചൂഷണം ചെയ്ത് എല്ലാം മാന്തിയിട്ട് എന്ത് ചെയ്യുന്നു, സിറ്റീസ് പണിയുന്നു. Chief Settle justifiable fears that the white man's appetite would devour the earth. അപ്പോൾ ചീഫ് സെറ്റിലിന് പേടിയാണ് എന്ത്, വൈറ്റ് മാൻ അത്യാഗ്രഹത്തോടു കൂടി ഭൂമിയെ വിഴുങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡെസേർട്ടാക്കി വിടും, അതായത് എല്ലാം എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് പോകും. It is true that the president has promised to take care of the Native Americans like a father. He has also promised to give them a special area where they can continue living with all their rights, rituals and other cultural practice. പ്രസിഡൻ്റ് ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറൊരു ലാൻഡ്. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ഇവർ ജീവിക്കേണ്ടി വരും. സോ അവർക്ക് അവരുടെ കസ്റ്റംസോ റിച്വൽസോ അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സോ ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ചീഫ് സെറ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ മക്കൾക്ക്, നിങ്ങൾ ലാൻഡ് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എർത്ത് ഈസ് സാക്രഡ്. അതുപോലെ തന്നെ റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദറാണ്, ബീസ്റ്റ് നമ്മുടെ ബ്രദറാണ്, എവറിത്തിങ് ഈസ് കണക്റ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും ആനിമൽസിനെ ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ വൈറ്റ് മാൻ പറഞ്ഞു, ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് കുറേ ബഫലോസിനെ കൊല്ലുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവരുടെ പ്ലഷറിന് വേണ്ടി, സിമ്പിൾ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, നേച്ചറിനെ നശിപ്പിക്കുന്നു. സോ അതൊന്നും പാടില്ല, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ റെഡ് ഇന്ത്യൻസ് ഓർ നാറ്റീവ് പീപ്പിൾസ് അവരെങ്ങനെയാണ്, ദ ട്രീറ്റ് റെയിൻ, വിൻഡ് ആൻഡ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ ഈ റെയിനെയും വിൻഡിനെയും ട്രീനെയും എല്ലാം ജീവനുള്ള വസ്തുക്കളായിട്ടാണ് നമ്മുടെ റെഡ് ഇന്ത്യൻസ് കാണുന്നത്. പക്ഷേ വൈറ്റ് മെൻ അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്നു, സീസ് ചെയ്യുന്നു, പ്ലണ്ടർ ചെയ്യുന്നു, ദെൻ വിൽക്കുകയൊക്കെ ചെയ്യുന്നു.
Chief Settle ironically and sarcastically adds that perhaps the problem is with himself and his people. They are uneducated, uncultured and uncivilized. അതാണ് ഐ എം എ സേവേജ് എന്നുള്ള സെൻറ്റൻസ്. അപ്പോൾ ചീഫ് സെറ്റിൽ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ അത്ര വിവരമുള്ള ആൾക്കാരൊന്നുമല്ല, നിങ്ങളാണല്ലോ വിവരമുള്ള ആൾക്കാർ. അതിൻ്റെ അർത്ഥം അവർക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് വൈറ്റ് മെൻ അത്ര വിവരമുള്ള ആളുകളല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. ദ ഹോളിസ്റ്റിക് വിഷൻ ഓഫ് ദ സ്പീച്ച് ഈസ് reiterated at the end within a theological framework. ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ദർ ഈസ് ഓൺലി വൺ ഗോഡ്. അപ്പോൾ ഒരു ഗോഡിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ദൈവം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. സോ വൈറ്റ് ഓർ റെഡ് ഏതായാലും ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ നമുക്കും പ്രഷ്യസ് ആയിരിക്കണം, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും പ്രഷ്യസ് ആയിരിക്കണം. ഡെസ്റ്റിനി ഈസ് എ മിസ്റ്ററി ടു ദ നാറ്റീവ് അമേരിക്കൻസ് ടു. വൈറ്റ് മെന്നിനും ഡെസ്റ്റിനി എന്താണെന്ന് അറിയില്ല, നാറ്റീവ്സ് പീപ്പിളിനും അറിയില്ല. ബട്ട് ദേ ഡു നോട്ട് റിയലൈസ് ദാറ്റ് ദ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സർവൈവൽ. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, ഈ എൻവയോൺമെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ, അതായത് വൈറ്റ് മെൻ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടത്തും തോറും ഇവർക്ക് മനസ്സിലാവുന്നത്, നാറ്റീവ് അമേരിക്കൻസിന് മനസ്സിലാവുന്നത് എന്താണ്? എൻഡ് ഓഫ് ലിവിങ്, ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം അവസാനിച്ചു. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. ഇത് അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. ഇനി നെക്സ്റ്റ് എസ്സേ വരുന്നത് ചീഫ് സെറ്റ് സ്പീച്ച് ഇസ് എ പവർഫുൾ പ്ലീ ഫോർ ദ റെസ്പെക്റ്റ് ഓഫ് നാറ്റീവ് അമേരിക്കൻസ് റൈറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ വാല്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ അമേരിക്കൻ ഗവൺമെൻറ് ഇവരോട് പറഞ്ഞ ആ ഒരു ഇതാണ്, ലാൻഡ് ഏറ്റെടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഒരു നേച്ചറിൻ്റെ വിഷൻ എങ്ങനെയാണ് വൈറ്റ് പീപ്പിളും അതുപോലെ തന്നെ റെഡ് ഇന്ത്യൻസും നോക്കി കാണുന്നതെന്ന് പറയണം. അപ്പോൾ റെഡ് ഇന്ത്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഇക്കോളജിക്കൽ വ്യൂവിലാണ്. ബട്ട് വൈറ്റ് പീപ്പിൾ എങ്ങനെയാണ്? ആന്ത്രോപോസെൻട്രിക്, അതായത് ഹ്യൂമൻ സെൻറ്റേഡ് ആണ്, യൂട്ടിലിറ്റേറിയൻ ആണ്, മെറ്റീരിയലിസ്റ്റിക് ആൻഡ് പെറോക്കിയൽ വേൾഡ് വ്യൂവിലാണ് കാണുന്നത്. നമുക്ക് കോൺകർ ചെയ്യാനും ടേം ചെയ്യാനും പ്ലണ്ടർ ചെയ്യാനുമുള്ളൊരു സ്ഥലമായിട്ടാണ് ഭൂമിനെയൊക്കെ കാണുന്നത്. അവർക്കെല്ലാം ഒരേപോലെയാണ്. പക്ഷെ നാറ്റീവ് അമേരിക്കൻസിന് എന്താണ്? എർത്ത് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഡിവൈൻ ഗിഫ്റ്റാണ്, സാക്രഡാണ്, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ റെഡ് ഇന്ത്യൻസ് പറയുന്നത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. അനിമൽസിൽ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് നാളെ മനുഷ്യർക്കും സംഭവിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ഗോഡേ ഉള്ളൂ. സോ നമ്മളെല്ലാവരും ഒരു ഗോഡിൻ്റെ കീഴിൽ വരുന്ന മക്കളാണ്. സോ വി ആർ ബ്രദേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ചീഫ് സെറ്റിൽ നാറ്റീവ് അമേരിക്കൻസിൻ്റെ സോൾ എന്ന് പറയുന്നത് അവരുടെ ലാൻഡിലാണ്, എർത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരുടെ ആൻസിസ്റ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, വാട്ടറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. വാട്ടറിൻ്റെ മർമറിങ് സൗണ്ട് എന്നുള്ളത് ആൻസിസ്റ്റേഴ്സിൻ്റെ വോയിസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ മോഡേൺ സിറ്റീസ് എങ്ങനെയാണ്? നോയ്സിയാണ്, ഫുൾ ഓഫ് ചാവൂസ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? മിസ്സിങ് ദ സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് നേച്ചറിൻ്റെ പ്ലഷേഴ്സ് ഒന്നും നമുക്കവിടെ കിട്ടില്ല. അപ്പോൾ വൈറ്റ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കെയർലെസ് ആറ്റിറ്റ്യൂഡാണ്. ഈ ഇൻ്റർ കണക്റ്റഡ് ആണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞാലൊന്നും അവരത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. താങ്ക് യു.